ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കഥ കിലോമീറ്റേഴ്സ്. ഇന്ന് ഞങ്ങളുടെ ചെറിയൊരു ഫാമിലി ടൈമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. സൺഡേ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാതെ വീട്ടിലിരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് അറിഞ്ഞത് ഇന്ന് നമുക്ക് ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാം. പിന്നെ വേറൊന്നും നോക്കില്ല, പെട്ടെന്ന് റെഡിയായി ഞാനും ഹസ്ബൻഡും അമ്മയും കൂടെ ലഞ്ച് കഴിക്കാൻ നേരെ പോയത് തലശ്ശേരി റെസ്റ്റോറൻറ്റിലേക്കാണ്. വരൂ, നമുക്കിനി റെസ്റ്റോറൻറ്റിലെ എക്സ്പീരിയൻസ്, ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. ഇവിടെ ഡൈനിങ് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് സീറ്റ് ഇല്ലാത്തത് കൊണ്ട് താഴെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന ഉടനെ എത്ര പേരാന്ന് ചോദിച്ചിട്ട് സീറ്റ് അവൈലബിൾ ആണെങ്കിൽ മേളിൽ പോകാൻ പറ്റും, അല്ലെങ്കിൽ നെയിം കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യണം. സോ ഞങ്ങളും പോയ സമയത്ത് മേളിൽ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് നെയിം കൊടുത്തിട്ട് ഞങ്ങളും വെയിറ്റ് ചെയ്തിരുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ സീറ്റ് അവൈലബിൾ ആയതും ഞങ്ങൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി. അവിടെ എൻട്രൻസിൽ തന്നെ ടുഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ സീറ്റിൽ പോയി ഇരുന്നിട്ട് ചുമ്മാ മെനു ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കി. എത്രയൊക്കെ തിരിച്ചു നോക്കിയാലും ലാസ്റ്റ് നമ്മുടെ ഓർഡർ എന്തായിരിക്കും എന്ന് ഊഹിക്കാന്നേ ഉള്ളൂ. ചേട്ടാ ഒരു ചിക്കൻ ബിരിയാണി. അങ്ങനെ ഓർഡറും കൊടുത്തിട്ട് ഞങ്ങൾ നേരെ കൈ കഴുകാൻ പോയി. അങ്ങനെ ഞങ്ങള് കൈയൊക്കെ കഴുകി വന്നിരുന്ന് ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. ചിക്കൻ ബിരിയാണി മാത്രമല്ല കേട്ടോ ഓർഡർ ചെയ്തത്. ചിക്കൻ ബിരിയാണി, പിന്നെ ഫിഷ് ബിരിയാണി, ഒരു ബാർബിക്യൂ, പിന്നെ ചിക്കൻ കൊണ്ടാട്ടം. ഇത്രയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നെ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ കഴിച്ച എല്ലാ ഡിഷും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്നോട് ചോദിച്ചാൽ ഇതൊരു മസ്റ്റ് ട്രൈ പ്ലേസ് എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവിടെ ബിരിയാണിയുടെ കൂടെ അച്ചാറ്, ചമ്മന്തി, സലാഡ്, പപ്പടം എല്ലാം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന നിർത്തി ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും ആരും ഓർക്കണ്ട. പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ജസ്റ്റ് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞതാണ്. അവിടുത്തെ ഫുഡ് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, ഹസ്ബൻഡിനും അമ്മയ്ക്കും എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതിനു മുമ്പ് ഇവിടെ പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉറപ്പായും കമന്റ്സിൽ ഷെയർ ചെയ്യണം. ഫൈനലി ഡെസേർട്ടിന് വേണ്ടി ഞങ്ങൾ ഓർഡർ ചെയ്ത ഐസ്ക്രീം ആയിരുന്നു. എനിക്ക് മാംഗോ, ഹസ്ബൻഡ് ടെൻഡർ കോക്കനട്ട്, അമ്മയ്ക്ക് സ്ട്രോബെറി ആയിരുന്നു ഓർഡർ ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ബില്ലൊക്കെ പേ ചെയ്തിട്ട് താഴേക്ക് വന്നു. ഇവിടെ എൻട്രൻസിൽ തന്നെ ജ്യൂസിനും ചായക്കും ഒക്കെ സെപ്പറേറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ നാടൻ പലഹാരങ്ങളും ഉണ്ടായിരുന്നു. പഴംപൊരി, സുഖിയൻ, ഉള്ളിവട, പരിപ്പുവട, അങ്ങനെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ചായ കൗണ്ടർ കണ്ടപ്പോൾ എന്റെ ഹസ്ബൻഡിന് ചായ കുടിക്കണം എന്ന് പറഞ്ഞു. എന്റെ ഹസ്ബൻഡിനെ പോലെ ചായ കുടിക്കാതെ ഒരു ഡേ പോകില്ല എന്നുള്ള ടീ ലവേഴ്സ് ഉറപ്പായും കമന്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ റെസ്റ്റോറന്റ് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാന്ന് ചോദിച്ചാൽ ആരുമ്പക്കം മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്താണ്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. എത്രയൊക്കെ ജോലി തിരക്കാന്ന് പറഞ്ഞാലും ഫാമിലിക്ക് വേണ്ടി ഒരു അല്പസമയം നമ്മൾ എന്തായാലും മാറ്റി വയ്ക്കണം. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളല്ലാതെ പിന്നെ ആര്? ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം കിട്ടുന്ന സന്തോഷം നമുക്ക് വേറെ എവിടെ പോയാലും കിട്ടില്ല. സോ പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ വന്നു. ഞങ്ങളുടെ ചെറിയ ഫാമിലി ടൈം നിങ്ങളുമായി ഷെയർ ചെയ്ത സന്തോഷത്തിൽ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഈസ് രേഷ്മ റാസിദ് സൈനിങ് ഓഫ്.